ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല കിടുക്കനായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമുക്ക് ബ്രെഡ് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി ബാക്കി വരികയാണെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്, ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുണ്ടാക്കാനുള്ള കേക്കിൻ്റെ ടിന്നൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടിന്നില്ലെങ്കിൽ കയ്യിലുള്ള അലുമിനിയത്തിൻ്റെയോ എന്തെങ്കിലും ഒരു ബൗളോ എന്തെങ്കിലും എടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് ഓയിൽ സൈഡിലും അതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബട്ടർ പേപ്പർ വെക്കുന്നില്ല, പകരമായിട്ട് ഇതിലേക്ക് കുറച്ച് മൈദയൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി, മൈദ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുള്ളായിട്ട് തട്ടി കൊടുക്കുക കേട്ടോ, സൈഡിലൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ 1/4 കപ്പ് തൈര് ചേർത്താൽ മതി, ഫ്രഷ് ആയിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഏകദേശം ഞാനൊരു 5 പീസൊക്കെയാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ സൈഡ് മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നാക്സൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാക്കി സൈഡൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സാധാ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കില്ലേ, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5-6 പീസൊക്കെ വേണ്ടുള്ളൂ മൊത്തമായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അളന്നിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. 1.5 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ തന്നെ അളവുകളും കറക്റ്റായിട്ട് എടുക്കുക. ഒന്നും കൂട്ടോ കുറക്കോ ഒന്നും ചെയ്യരുത്, എന്നാലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തവി ആയാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചങ്ങ് ഡ്രൈ ആയിട്ട് ഉണ്ടാവുക, ഒരുപാട് ലൂസായിട്ടല്ല ഉണ്ടാവുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് കുടിക്കും. പിന്നെ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചോക്ലേറ്റി ഫ്ലേവറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പാല് വേണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് 1/2 കപ്പ് മൊത്തം ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും 1/2 കപ്പ് മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് 1/2 കപ്പ് ഏകദേശം കറക്റ്റായിരുന്നു. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ മതി, ഒരുപാട് ഇനി ലൂസാക്കി എടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ, കുട്ടീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് നമ്മൾ ബാറ്റർ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ടിന്നിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്, 6 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് തട്ടി കൊടുക്കാം. ഇനി ഒരു ഭംഗിക്കും അതുപോലെ തന്നെ ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാറ്ററിൽ തന്നെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഞാൻ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ ചൂടുള്ള ഈ പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് 25 തൊട്ട് 30 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന കേക്ക് ടിന്നനുസരിച്ച് കുറച്ച് സമയം വ്യത്യാസം വരാം, എന്നാലും ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ മതി. അപ്പോൾ അത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം, മറന്നു പോകരുത്. നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ടൊന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ തട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇത് ഫുള്ള് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിയൊന്നും ചെയ്തിട്ടില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കും കൂടിയാണ്. നിങ്ങൾക്കിത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണെന്നുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, അത് കത്തിങ്ങനെ ഇറങ്ങി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്.
അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അധിക സാധനങ്ങളൊന്നും വേണ്ടല്ലോ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.